اللهم أنت ربي لا إله إلا أنت توكلت عليك رب العرش الكريم. ما شاء الله قام ولا حول ولا قوة إلا بالله العلي العظيم. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രാവശ്യത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി യാത്ര തിരിക്കുന്ന ഹാജിമാരെ, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മോട് 1995 മുതൽക്കുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വളരെ വികാരനിർഭരമായ പ്രസംഗം നാം ശ്രമിച്ചു കഴിഞ്ഞു. മൊയ്ച്ചായ്ക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഞാൻ ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന നിങ്ങളോട് പരസ്പരം പരിചയപ്പെടാനും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2023 ഹജ്ജ് കർമ്മത്തിനായി മൗലവി ഗ്രൂപ്പിൽ പോയ 50 വ്യക്തികളിൽ അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഞങ്ങൾക്ക് ഹജ്ജിനായി സംവിധാനം ചെയ്തു തന്ന ഞങ്ങളുടെ അമീർമാരെ അനുസ്മരിക്കാതെ പോകുന്നത് ഒരു നന്ദികേടായിരിക്കുമെന്ന് ഞാൻ ആദ്യമായി ഓർക്കുകയാണ്. 10-15 വർഷത്തോളം സൗദി അറേബ്യയിലെ ജിദ്ദയിലും മക്കയിലും മദീനയിലും സേവനം ചെയ്ത് ഉന്നത ഉദ്യോഗം നോക്കി ബിസിനസ് നിർത്തി നാട്ടിലേക്ക് വന്ന ചെമ്മനാട് അബ്ദുറഹ്മാൻ ലായി ഉസ്താദിനും, അതുപോലെ തന്നെ ഇവിടെയുള്ള വ്യത്യസ്ത മത സംഘടനകളുടെ ഭാരവാഹിത്വം വഹിച്ചുകൊണ്ട് ബഷീർ ദാരമി ഉസ്താദിനും ഞങ്ങളുടെ അമീറായി ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും പ്രകാരമാണ് ഞങ്ങൾ 50 പേരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഒരു കുടുംബത്തെ പോലെ ഞങ്ങൾ വരുന്നത് വരെ 10-40 ദിവസക്കാലം ഹറമിലും മദീന ഷെരീഫിലും ഞങ്ങൾ കഴിച്ചുകൂടിയത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മൗലവി ഗ്രൂപ്പിനെ പറ്റിയും പറയാനുള്ളത്, വളരെ അവർ ഒരു പരസ്യവും കൂടാതെ തന്നെ മുമ്പ് പോയവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവരുടെ സേവന സന്നദ്ധത മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഹജ്ജിനായി ഹജ്ജ് നിർവഹിക്കാനും ഉംറ ചെയ്യാനും വേണ്ടി മൗലവി ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്തത്. അതിൽ മർഹൂം സുലൈമാൻ നബ്ബറല്ലാഹി മർഖദുഹു യുടെ മക്കൾ നൂറുൽ ഹസനും അബ്ദുല്ലയും ചെയ്ത സേവനങ്ങളെ ഇവിടെ സ്മരിക്കുകയാണ്. നൂറുൽ ഹസൻ ഞങ്ങളുടെ കൂടെ ഒരുവനായി ഞങ്ങളുടെ കൂടെ തന്നെ രാവും പകലും താമസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് എന്നത് കൃതജ്ഞതാപൂർവം ഞാനിവിടെ ഓർക്കുകയാണ്. അതിന് അള്ളാഹു തക്കതായ പ്രതിഫലം അവർക്ക് നൽകട്ടുമാറാകട്ടെ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളോട് പലപ്പോഴും അമീർ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഹജ്ജിന് പോയ കൂറയെപ്പോലെ ആയിപ്പോകരുത്. കൂറ ഇവിടെ നിന്ന് നമ്മുടെ പെട്ടി കെട്ടുമ്പോൾ അതിൽ കയറിക്കൂടിയാൽ അത് രണ്ടാമത് നാട്ടിലെത്തുമ്പോൾ അത് പുറത്ത് ചാടുന്ന പോലെ നിങ്ങൾക്ക് ഒരു മാറ്റവുമില്ലാതെ ഹജ്ജിനായി പോയി കഴിഞ്ഞ് ഇവിടെ വന്നാൽ ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ മുടക്കുന്ന മുതലും നിങ്ങളുടെ ശാരീരിക വിഷമങ്ങളും മാത്രം ബാക്കിയാവും എന്ന് പലപ്പോഴും ഞങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞങ്ങളെ ഒരു നിമിഷം പോലും അവിടെ പാഴാക്കാതെ മജ്ലിസിൽ കൊണ്ടുപോയി സലാത്തും തർബിയത്തും മറ്റു സൽക്കർമ്മങ്ങളെല്ലാം പറഞ്ഞു തരികയും അതുപ്രകാരം ഞങ്ങൾ പാലിക്കുകയും അവരുടെ അനുസരണയോടുകൂടി ജീവിക്കുകയും ചെയ്ത് 10-40 ദിവസത്തോളം ഞങ്ങൾ വളരെ സന്തോഷകരമായി ഞങ്ങളുടെ ഹജ്ജ് അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മടങ്ങിയത്. അതുപോലെ തന്നെ നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് അമീർമാരോട് വളരെ സഹകരണത്തോടെ പെരുമാറണമെന്നാണ്. അവരുടെ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ അനുസരിച്ചുകൊണ്ട് അവരുടെ എല്ലാ ഇതും അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഈ 40 ദിവസം ഏകദേശം 40 ദിവസം അവിടെ മക്കയിലും മദീനയിലും കഴിഞ്ഞു കൂട്ടേണ്ടതുണ്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് സൗഭാഗ്യം ലഭിച്ചത് മദീന മുനവ്വറയിൽ വെച്ച് അവിടുത്തെ റൂമിന് മജ്ലിസ് വെച്ച് യാദൃച്ഛികമായി ലോകപ്രസിദ്ധനായ കാസർഗോഡ് അഷ്റഫ് മൗലവി ഖുർആൻ വ്യാഖ്യാതാവായ അഷ്റഫ് മൗലവിയുടെ
പ്രസംഗമാണ് എനിക്കിപ്പോഴും എൻ്റെ കാതുകളിൽ അലയടിക്കുന്നത്. അദ്ദേഹം വളരെ സുദീർഘമായി, വളരെ വന്യവയോധികനായ അദ്ദേഹം ഞങ്ങളോട് ഏകദേശം അരമണിക്കൂർ കൂടുതൽ സംസാരിച്ച് ഞങ്ങൾക്ക് സാരോപദേശം നൽകുകയുണ്ടായി. അതും ഒരു മഹത്തായ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. അതുപോലെ തന്നെ ലായ് ഉസ്താദ് ലാസ്റ്റ് ഞങ്ങൾ വിടുതലിൻ്റെ തവാഫിൻ്റെ സമയത്ത് വെച്ച് പരിശുദ്ധമായ ഗേഹത്തിന് മുൻനിർത്തിക്കൊണ്ട്, പരിശുദ്ധമായ കാബത്തിന് ഇബ്രാഹിം മക്കാമിന് മുൻനിർത്തിക്കൊണ്ട് പിന്തിരിഞ്ഞുകൊണ്ട് കാബയുടെ സ്വർണ്ണ കവാടത്തിന് മുന്നിലായി ഞങ്ങൾ വിടുതലിൻ്റെ തവാഫിൽ ദുആ ചെയ്തത് ഇന്നും എനിക്ക് ഗദ്ഗതത്തോടെ അല്ലാണ്ട് എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. അത്രയും സങ്കടകരമായ, എല്ലാവരുടെയും കണ്ണുനീരണിഞ്ഞ ആ ദുആ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ എന്നും ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് വേണ്ടി ആ മക്കയിലും മദീനയിലും വെച്ചുള്ള പുണ്യസ്ഥലങ്ങളിൽ വെച്ചെല്ലാം, എല്ലാ സ്ഥലവും പുണ്യസ്ഥലങ്ങളാണ്, അവിടെ വെച്ചെല്ലാം നിങ്ങൾ ദുആ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.